നമുക്കിപ്പോൾ നമ്മളെ കാണാനും നമ്മളെ ആശംസിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞു. അപ്പോൾ താങ്കളുടെ പേരെന്താ? മധുസൂദനൻ. വിശ്വനാഥൻ. ക്ഷേത്രമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞങ്ങൾ വോളണ്ടിയേഴ്സാണ് ഇവിടെ ക്ഷേത്രത്തിൽ. വിജയകൃഷ്ണൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുപ്രഭാതം. നമ്മളെ ഇറങ്ങിയിരിക്കുന്ന യാത്രയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ആ അമ്മ എന്തോ പറയാമെന്നല്ലോ. വീട്ടിൽ തന്നെ തുടങ്ങണം ലഹരി മുക്ത പരിപാടികള്. പിന്നെ സ്കൂളിൽ നിന്ന് രണ്ടാമത്. പിന്നെ സ്കൂളുകാർക്ക് ശരിക്കും ടീച്ചേഴ്സിനൊന്നും ഇപ്പോൾ ചൂരിലുപയോഗിക്കാനല്ല, പക്ഷെ അവർക്കൊന്നും സ്വാതന്ത്ര്യമില്ല വഴക്ക് പറയാനോ ഒന്നും ഉള്ളത്. അതും കൂടെ വേണം. പരിസരത്തൊക്കെ എങ്ങനെയാണ്? ഞങ്ങളിവിടെ പൾസിന്റെ രീതിയിൽ ഇതിൽ തുടങ്ങി പൾസർ തൃപ്പൂണിത്തുറയെല്ലാം കാണാ. ഈ പൾസിന്റെ സ്ട്രോങ് ആളാരാ? ഞാൻ ട്രഷററാണ് പൾസ് ഓഫ് തൃപ്പൂണിത്തുറയുടെ. പ്രസിഡന്റ് ഇല്ലേ? പ്രസിഡന്റ് പ്രകാശ് സാറേ. ഗുഡ് മോർണിംഗ്. പൾസ് ഓഫ് തൃപ്പൂണിത്തുറ എന്ന സംഘടന ആൾറെഡി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ആൾറെഡി ഏറ്റെടുത്തിങ്ങനെ ലഹരി വിരുദ്ധമായിട്ടുള്ള നടക്കുകയാണ്. തൃപ്പൂണിത്തുറയ്ക്കാണ് വലിയ പ്രശ്നങ്ങൾ ഏസോപ്നമില്ല, പക്ഷേ ഇനി വരാതിരിക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മളെല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നത്. 300 പേരുള്ള സംഘടനയാണ്. അപ്പോൾ എല്ലാ വാർഡുകളിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, എല്ലാ കൗൺസിലും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ RLB കോളേജ് പ്രിൻസിപ്പാളാണ്. എനിക്ക് പറയാനായിട്ടുള്ളത്, കോളേജുകളിൽ എല്ലാം തന്നെ, എല്ലാ സർക്കാർ കോളേജുകളിലും തന്നെ ഗവൺമെൻറ് വളരെയധികം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേർക്കൂട്ടം അങ്ങനെയൊക്കെ പറയുന്ന പല ലഹരി വിരുദ്ധ പരിപാടികളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും എന്ന് പറയുന്നത് മുഖ്യ ഘടകം തന്നെയാണ്. എന്താണ്? എൻ്റെ പേര് രാജലക്ഷ്മി. വീട്ടില് അച്ഛനും അമ്മയും എന്ന് പറയുന്നത് കാരണം അവിടെ നിന്നുമാണ് ഇത് തുടങ്ങുന്നതാണ് നമുക്ക് സൈക്കോളജിസ്റ്റ് മുഖാന്തരം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പല ഘടകങ്ങളുണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ വഴി തെറ്റുന്നതിൽ. അപ്പൊ ഇതേ എന്തോ ഒരു ബോർഡ് നമ്മളെ ഇങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്നത് പദ്ധതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പൾസ് എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളാണ് തൃപ്പൂണിത്തുറ മേഖല. അപ്പൊ ആദ്യമായിട്ട് സന്തോഷം. അങ്ങയുടെ പേരെന്താ? ചന്ദ്രമോഹൻ. ഞാൻ നന്ദകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ സജീവമായിട്ട് രംഗത്തുണ്ടല്ലോ അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ചെറിയൊരു സാഹചര്യമല്ല, അസാധാരണ സാഹചര്യമാണ്. അപ്പൊ നമ്മള് ആഞ്ഞടിച്ചാലേ യവന്മാര് വീഴൂ. അത് ഞങ്ങളുടെ ഒരു വലിയ മഹാസംഗമം ആലുവയിൽ 5-ാം തീയതി ആലുവ ബസ് വലിയ പരിപാടിയാണ്. തൃപ്പൂണിത്തുറ ജനങ്ങളെല്ലാം ഇളകിയല്ലോ അല്ലേ? എല്ലാവരും ഇളകി. അപ്പൊ ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് വരാം. നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാം. ഓക്കെ. വരുമല്ലോ. ഇങ്ങനെ കാണിച്ചപ്പോ ഒരു സംശയം, ഞങ്ങൾ ഈ പറഞ്ഞൊക്കെ എമ്പുരാനായി പോവും. എമ്പുരാനും തമ്പുരാനും ഒന്നും. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് ഇപ്പൊ എമ്പുരാനെ കൊണ്ട് തോറ്റ് വിജയകുമാറേ. അപ്പൊ ഈയിടയ്ക്ക് എവിടെ നമ്മുടെ യോഗത്തിന് പോയപ്പോ ചോദിച്ചു കേട്ടില്ലേ, മാധ്യമത്തിലെ എമ്പുരാനാണ്. അതെ. ഓക്കെ, റെഡി. നമുക്കിനി ഒരു ഇടവേള എടുക്കണം.